കോതമംഗലത്തെ കുട്ടമ്പുഴയിൽ പശുവിനെ തെരഞ്ഞ് കാട്ടിൽ പോയ 3 സ്ത്രീകളെ കാണാനില്ല. അവർക്കായിട്ട് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. തെരച്ചിലിന് പോയ 2 സംഘം ഇപ്പോഴും കാട്ടിലാണ്. കാട്ടാനക്കൂട്ടവും വെളിച്ചക്കുറവും ഒക്കെ തെരച്ചിലിന് വലിയ വെല്ലുവിളിയാണ്, നിങ്ങൾക്കറിയാം. ഇന്ന് രാവിലെ 6 മണി മുതൽ തെരച്ചിൽ വീണ്ടും തുടങ്ങി. മന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മോട് ഇത് പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കോതമംഗലത്ത് കാട്ടിൽ കിട്ടിയ സ്ത്രീകളെ അന്വേഷിക്കാൻ ഇന്ന് 6:30-ക്ക് 15 പേരടങ്ങുന്ന 3 ടീം അന്വേഷണം നടത്തുന്നു. തെരച്ചിൽ തുടരുന്നു. ഇല്ല, വലിയ പരിചയമൊന്നുമില്ല. അതിൽ പാറു എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരത്തെ വിളിച്ച് കൊണ്ടുപോയേക്കണേ. അവർക്ക് ആ കാട്ടിൽ പരിചയമുള്ളൂ. എൻ്റെ മകൾക്കും മായയ്ക്കും വലിയ പരിചയമൊന്നുമില്ല. എന്നിട്ട് പോത്തിനെ പശുവിനെ നോക്കാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഫോണിൽ എൻ്റെ കയ്യിൽ ഫോണില്ല. അപ്പോൾ ഇവരൊക്കെ വിളിച്ചു. ഞാൻ ഇവരുടെ അടുത്ത് വന്നപ്പോൾ ഇവർ വിളിച്ചപ്പോൾ വിളിച്ചിട്ട് വിളി കേട്ടു എന്ന് പറയണം. എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ വീട്ടിൽ ആ കൊച്ച് ഞാനും അവളും മാത്രമേ ഉള്ളൂ. ഇല്ല, അത് വലിയ പരിചയമൊന്നുമില്ല. ഞങ്ങൾക്ക് പോത്തിടാക്കളുണ്ടായിരുന്നു. ഇതിലൊക്കെ കൊണ്ടുവന്ന് തീറ്റുള്ളായിരുന്നു. ദൂരേക്കൊന്നും പോകാൻ അവർക്ക് മരങ്ങില്ല. എബിൻ ജോസ് കുട്ടമ്പുഴയിൽ നിന്നും തത്സമയം ചേരുകയാണ്. എബിൻ ജോസ്, യഥാർത്ഥത്തിൽ ഈ കുട്ടമ്പുഴയ്ക്ക് പരിസര പ്രദേശത്തുള്ള കാടുകളൊക്കെ തന്നെ കുറച്ച് സൂര്യപ്രകാശം വീഴാത്ത കാടുകളൊക്കെ ഉണ്ട്. അവർ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി എന്നാണോ നമുക്ക് ലഭിക്കുന്ന സൂചന? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ ഏതായാലും ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്താനും വനമന്ത്രി ആവശ്യപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്ത വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വിപുലമായ തെരച്ചിലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ വെളിച്ചം വീണതോടുകൂടി കൂടുതൽ നാട്ടുകാർ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് ടീം അംഗങ്ങൾ അവരെല്ലാവരും ചേർന്നാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ വൈകുന്നേരം 5 മണി മുതൽ ആരംഭിച്ച തെരച്ചിലാണ്. രാത്രിയിൽ വലിയ പ്രതിസന്ധികൾ ഈ ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമായും ആനകളുള്ള സ്ഥലമാണ്, ആനത്താരയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ജനവാസ സ്ഥലത്ത് പോലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ഒരു പന ആന കുത്തി മറിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ പോലും ഈ ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇന്നലെ ഈ ദൗത്യ സംഘം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ, രക്ഷാപ്രവർത്തനത്തിന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ആനകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഈ രക്ഷാപ്രവർത്തനം തെരച്ചിൽ ഉൾക്കാട്ടിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ വിപുലമായി നടത്താൻ സാധിച്ചില്ല. കാരണം ഇവർ തീ കൂട്ടിയൊക്കെ ആനയെ ഓടിച്ചതിന് ശേഷമാണ് 3 മണി വരെ തെരച്ചിൽ നടത്തിയത്. 4 സംഘങ്ങളായിട്ടായിരുന്നു ഈ തെരച്ചിൽ നടന്നത്. എന്നാൽ പിന്നീട് അതിൽ 2 സംഘം തിരിച്ചു വന്നു. പിന്നെ പുലർച്ചെ ഇപ്പോൾ വെളിച്ചം വീണപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം, കൂടുതൽ ആളുകൾ ഈ നാട്ടുകാരാണ്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ഈ വനമേഖലയൊക്കെ അറിയുന്ന ആളുകളാണ്. ഈ ആളുകൾ ഉള്ളിലേക്ക് കയറി ഇപ്പോൾ തെരച്ചിൽ നടത്താൻ പോകുകയാണ്. ഏതായാലും വെളിച്ചം വീണതോടുകൂടി എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ ഇവിടുത്തെ ആളുകൾക്കുള്ളത്. കാരണം ഒരു പക്ഷേ വെളിച്ചം കാടുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായും പുറത്തേക്ക് വരുവാൻ സാധിക്കുമെന്നുള്ളതാണ് അവർ കരുതുന്നത്. അതനുസരിച്ചാണ് നാട്ടുകാരുടെ പരിശോധനയും നടക്കുന്നത്. ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇവിടുത്തെ നാട്ടുകാരായ ആളുകളാണ്. അവർ ആയുധങ്ങളുമായിട്ടൊക്കെ തന്നെയാണ് ഈ കാടിനുള്ളിലേക്ക് പോകുന്നത്. ഈ വഴി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ അട്ടിക്കളത്ത് നിന്നാണ് ഈ ഉൾക്കാട്ടിലേക്ക് പോകാനുള്ള വഴിയുള്ളൂ. ഈ വഴി വേണം ഉൾക്കാട്ടിൽ ചെന്ന് പരിശോധനകൾ നടത്താൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ വനത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശം പ്രധാനമായും തേക്കും കൂപ്പാണ്. അത് ഇവിടെ